ആ ഇത്തവണ വിഷുവിനെ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടണം. അപ്പൊ അടി ഉറപ്പായി. അല്ല, നമ്മുടെ ഗൗരിമോള് വരില്ലേ മാഷേ? പിന്നല്ലാതെ ആര് പോയി വിളിക്കും? നമ്മൾ പോയി വിളിക്കും. വേണ്ട, എന്റെ ഗൗരിയെ വിളിക്കാൻ ഞാൻ പോയിക്കോളാം. അത് വേണോ? പെണ്ണുങ്ങളുടെ മുമ്പിൽ നമ്മൾ അടിയറവ് പറയണോ? നീ പോള പട്ടാളക്കാരാ. എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുത്തെന്ന് വെച്ച് ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ അഥവാ അവസാനിക്കുന്നെങ്കിൽ അവിടെ അവസാനിക്കട്ടെ. ഞാൻ പോയി കൊണ്ടുവരാം എന്റെ ഗൗരീനെ. ധൈര്യമായിട്ട് പോ. ഏട്ടാ, ഏട്ടാ അവിടെ നിൽക്ക. ദേ പുറയിന്ന് വിളിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്. ആ കൈയൊന്ന് ഇട്ടിക്ക. ആ കൈയൊന്ന് ഇട്ട്. ഭാര്യാകർഷണ ഭൈരവ യന്ത്രം ഞാൻ തന്നെ പൂച്ചാണ്. ഓക്കെ, ഗുഡ്. ഇത് കെട്ടിയാലുണ്ടല്ലോ ലോകത്ത് എവിടെയുണ്ടെങ്കിലും ഏടത്തെ മേട്ടനെ തേടി വരും. ഇത് പെട്ടെന്ന് വന്നോ? ചുമ്മാ പറഞ്ഞ ശരിയായല്ലോ ഏട്ടാ. മോളെ വാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഏട്ടാ, എല്ലാം ശരിയാവും. ശരിയായി. കേറി വാ, കേറി. അടിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, വെള്ളം അടിക്കുമ്പോൾ മാത്രം ഇങ്ങനെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ. എന്തായി വീട് മാറുന്ന കാര്യം? നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ നിന്നല്ലേ? ഇവിടുത്തെ സന്തോഷവും സമാധാനവും കളഞ്ഞ് എന്തിനാ ഒരു വീട് മാറ്റം? ഒരു സന്തോഷം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഈ പഴഞ്ചൻ വീട്ടിലേക്ക് എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ കൊണ്ടുവരാൻ പറ്റുമോ? അകത്തേക്ക് കയറി ശ്വാസം മുട്ടും. ഞാൻ എന്തായാലും തീരുമാനിച്ചു. സേതുവേട്ട മറുത്തൊന്നും പറയണ്ട. പെട്ടെന്നൊരു വീട് മാറ്റം. ബാർ ലൈസൻസ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബാങ്ക് ബാലൻസും. പൈസയുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. എന്റെ പ്രോപ്പർട്ടി വിറ്റാ കുറച്ച് പൈസ കിട്ടൂലേ? അതുപോലെ എന്തായാലും വീട് മാറണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും പോവാണല്ലേ? ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. ജീവിതത്തിൽ വഴിമാറിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നതിന്. ഇനി ഞങ്ങൾ ലഹരിയുടെ വഴിക്ക് പോവുകയില്ല. ഞങ്ങൾ ഇനി എന്നും ലഹരിക്കെതിരായിരിക്കും ഡോക്ടർ. നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ വലുതാണ്. സമൂഹത്തിന് ഒരു മാതൃകയായിട്ട് നിങ്ങൾ മാറണം. തീർച്ചയായും ഡോക്ടർ. താങ്ക്സ്. ശരി ഡോക്ടർ. ഓക്കെ.
എന്താ ഇങ്ങനെ നോക്കുന്നേ? എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് കണിയൊരുക്കിയിട്ട്. നമ്മുടെ ഓരോരോ സന്തോഷങ്ങളായി തിരിച്ചു വരിക. ഈ വീടും ഇവിടെ ഉള്ളവരും, നീയും ഞാനും നമ്മുടെ മക്കളും. ഇതിലും വലിയൊരു സന്തോഷം ഇനി വേറൊന്നുമില്ല. അയ്യോ, പൂജമോൾ ടീച്ചറെ കാണാനാന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. വരുന്ന വഴിക്ക് വീട്ടിലൊന്ന് കയറുന്നു പറഞ്ഞിരുന്നു. ചേട്ടനൊന്ന് പോയി നോക്കിയിട്ട് വരുമോ? സമയം ഒരുപാടായല്ലോ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇത്രനാളും റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ടും ഇപ്പോഴും അമ്മയുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. എന്തൊക്കെ സംഭവിച്ചാലും നാളെ അമ്മയ്ക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ അവൻ വരും അത്ര. ഈ വിഷു തറവാട്ടിലെല്ലാവരും മതിമറന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും സന്തോഷം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്താ. അവൻ വരട്ടെ, നമുക്ക് നല്ലൊരു കണി തന്നെ ഒരുക്കണം ടീച്ചറെ. ചെല്ല്. എങ്ങനെയുണ്ട് ഞാനൊരുക്കിയ കണി? നിന്റെ മനസ്സിലുള്ള അരുതാത്ത ചിന്തകളൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ നിമിഷം നീ എൻ്റെ കൂടെ ഇറങ്ങി വരണം. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു മകനില്ല. ഇത് ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. മാറി നിൽക്ക്.
da da